Hello, good evening, everybody. Social histories using the Mahabharata എന്ന +2 ഹിസ്റ്ററി ടെക്സ്റ്റിലെ യൂണിറ്റ് 3 അടിസ്ഥാനമാക്കിയുള്ള ക്ലാസിന്റെ അവസാന ഭാഗമാണ് ഇന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായ മഹാഭാരതം. ആ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്ന സാമൂഹിക ചരിത്രം എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണയും അവബോധവുമാണ്, അറിവുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. മഹാഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ ഗ്രന്ഥം. ഏതാണ്ട് 1,00,000-ഓളം ശ്ലോകങ്ങൾ അടങ്ങിയ ഗ്രന്ഥം. വിശ്വാസപ്രകാരം വേദവ്യാസനാണ് മഹാഭാരതം എഴുതിയിരിക്കുന്നത് എന്നാണ് വിശ്വാസം. സംസ്കൃതമാണ് ഭാഷ. അക്കാലത്തെ സാമൂഹിക പരിച്ഛേദനങ്ങൾ, അത് വിവാഹമാണെങ്കിലും വർഗമാണെങ്കിലും ജാതിയാണെങ്കിലും മറ്റുള്ള യാഥാർത്ഥ്യങ്ങളാണെങ്കിലും, അതുപോലെ തന്നെ ഈ പിതൃദായക്രമം, സ്വത്തുകൾ പിതാവിന്റെ വഴിയിലൂടെ അല്ലെങ്കിൽ അനന്തരാവകാശം പിതാവിന്റെ വഴിയിലൂടെ കടന്നു പോകുന്ന സാമൂഹിക അവസ്ഥകളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ്. അതിന്റെ അവസാന ഭാഗമാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക. ഹാവ് എ വണ്ടർഫുൾ ഫ്യൂച്ചർ ഇൻ യുവർ ലൈഫ്. ഓക്കെ, എല്ലാവരും നീൽ അക്കാദമിയുടെ ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിക്കുക. വ്യക്തമായിട്ട് പ്ലാനിങ്ങോട് കൂടിയാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. കുട്ടികൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാ വിജയവും ഉണ്ടാവട്ടെ. Progress.
നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ലാസ്റ്റ് നോക്കൂ, മറ്റേത് പ്രധാന ഇതിഹാസത്തെയും പോലെ യുദ്ധം, വനപ്രദേശങ്ങൾ, രാജകൊട്ടാരങ്ങൾ, അധിവാസ കേന്ദ്രങ്ങൾ എന്നിവയെ കുറിച്ചുള്ള വ്യക്തമായ വിവരണങ്ങളാണ് മഹാഭാരതത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 1951-52 പുരാവസ്തു ഗവേഷകനായ BP ലാൽ മീററ്റിലെ ഹസ്തിനപുര, ഉത്തർപ്രദേശ് ഗ്രാമത്തിൽ പര്യവേഷണ പ്രവർത്തനങ്ങൾ നടത്തി. അപ്പോൾ മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട് പര്യവേഷണ പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയുടെ പേര് പുരാവസ്തു ഗവേഷകനായ BP ലാൽ. അദ്ദേഹം എവിടെയാണ് നടത്തിയത്? ഉത്തർപ്രദേശിലെ ഹസ്തിനപുര. ഈ ഹസ്തിനപുര എന്ന് പറയുന്നത് നമ്മുടെ ഇതിഹാസത്തിലെ ഹസ്തിനപുരയായിരുന്നോ എന്നുള്ള സംശയമുണ്ട്. പക്ഷെ ഏതായാലും ഹസ്തിനപുര എന്ന പ്രദേശം ഉള്ള സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശാണ്. ഗവേഷണം നടത്തിയ പുരാവസ്തു ഗവേഷകന്റെ പേര് BP ലാൽ എന്നാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ 5 അധിവാസ തലങ്ങളെ കുറിച്ചുള്ള തെളിവുകൾ ലാൽ കണ്ടെത്തി. ഇതിൽ 2ഉം 3ഉം നമുക്ക് താല്പര്യജനകങ്ങളാണ്. 2ാം ഘട്ടത്തിലെ വീടുകളെ കുറിച്ച് ലാൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ഏകദേശം ഏതാണ്ട് 7 നൂറ്റാണ്ടുകൾ പര്യവേഷണം നടത്തിയ പരിമിതമായ പ്രദേശത്ത് വീടുകളെ കുറിച്ചുള്ള വ്യക്തമായ രൂപരേഖയൊന്നും ലഭിച്ചില്ല. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട പേര് BP ലാൽ എന്ന പുരാവസ്തു ഗവേഷകന്റെ ലാൽ എന്ന പുരാവസ്തു ഗവേഷകന്റെ പേരാണ്. ഹസ്തിനപുര, അതിന് ഹസ്തിനപുരയെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രമാണ് ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒബ്ജക്റ്റീവിൽ അതത്ര പ്രാധാന്യം കൊടുക്കണ്ട. നോക്കൂ, നെക്സ്റ്റ് പറയുന്നത് ചേർത്ത് പറയേണ്ട കാര്യങ്ങൾ. മഹാഭാരതത്തിലെ ആദ്യ പർവ്വത്തിൽ ഈ ഹസ്തിനപുരം എന്ന് പറയുന്നത് പരാമർശിച്ചിരിക്കുന്നത്, ഹസ്തിനപുര നഗരിയെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന മഹാഭാരതത്തിന്റെ പർവം എന്ന് പറയുന്നത് ആദി പർവമാണ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ 18 പർവങ്ങളാണ് ആകെ മഹാഭാരതത്തിനുള്ളത്. ആദ്യത്തെ പർവമാണ് ആദി പർവം. അവസാനത്തത് ഏതാണെന്നറിയോ? അവസാനത്തത് മഹാഭാരതത്തിലെ 18ാമത്തെ പർവം സ്വർഗാരോഹണിക. സ്വർഗാരോഹണികയാണ്. ഏറ്റവും വലിയ പർവം ഏത് എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും പറയാൻ കഴിയോ? ഏറ്റവും വലിയ പർവം എന്ന് പറയുന്നത് ശാന്തി പർവമാണ്. ഏറ്റവും ചെറിയ പർവം മഹാപ്രസ്ഥാനികയാണ് കേട്ടോ. അപ്പോൾ ഈ മഹാഭാരതത്തിലെ ആദി പർവത്തിലാണ് ഹസ്തിനപുരിയെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. മഹാഭാരതത്തിലെ ഏത് പർവത്തിലാണ് ഹസ്തിനപുരിയെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ചോദിച്ചാൽ അത് ഹസ്തിനപുരിയെ പരാമർശിച്ചിരിക്കുന്നത് ആദി പർവത്തിലാണ്. അഥവാ ആദ്യത്തെ 1ാമത്തെ പർവമായ ആദി പർവത്തിലാണ് ഹസ്തിനപുരി നഗരത്തെ കുറിച്ചുള്ള പരാമർശം ഉള്ളത്. നോക്കൂ, ഇനി ദ്രൗപദിയുടെ വിവാഹം എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ പാഞ്ചാല രാജാവായ ദ്രുപദൻ തന്റെ മകളെ വിവാഹം കഴിപ്പിച്ചയക്കുവാൻ ഒരു മത്സരം സംഘടിപ്പിച്ചു. അന്നത്തെ മത്സരം ഒരു വില്ല് കുലച്ച് അമ്പെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന ആളെ മകളായ ദ്രൗപദിയുടെ വരനായി തിരഞ്ഞെടുക്കും. ഈ മത്സരത്തിൽ അർജുനൻ വിജയശ്രീലാളിതനാവുകയും ദ്രൗപദി അയാളെ മാലിന്യ കഥകൾ അറിയാതിരിക്കാം. പാണ്ഡവർ അവളെയും കൂട്ടി മാതാവായ കുന്തിയുടെ അരികിലേക്ക് മടങ്ങിയെത്തി. അവരെ കാണുന്നതിന് മുമ്പ് തന്നെ കിട്ടിയ സമ്മാനം എന്തായാലും തുല്യമായി വീതിക്കുവാൻ കുന്തി മക്കളോട് ആവശ്യപ്പെട്ടു. ദ്രൗപദിയെ കണ്ട കുന്തി തന്റെ തെറ്റു മനസ്സിലാക്കിയെങ്കിലും അവരുടെ ആജ്ഞ ലംഘിക്കുവാൻ പാണ്ഡവർക്കായില്ല. ദീർഘനേരത്തെ ആലോചനകൾക്ക് ശേഷം യുധിഷ്ഠിരൻ ദ്രൗപദി അവരുടെ പൊതു ഭാര്യയായിരിക്കും എന്ന് നിശ്ചയിച്ചു. പാഞ്ചാല രാജാവിന്റെ പേര് ദ്രുപദൻ. ദ്രുപദന്റെ മകളാണ് ദ്രൗപദി. ദ്രൗപദി വിവാഹം ചെയ്തത് പാണ്ഡവരിൽ 3ാമനായ അർജുനനെ. നടത്തിയ രീതി സ്വയംവരമായിരുന്നു. ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടാണ് ശേഷമാണ് അതിൽ വില്ല് കുലച്ച് ആ ലക്ഷ്യം കണ്ടിട്ടാണ് ഒരു പക്ഷേ കുട്ടികൾക്ക് അറിയാതിരിക്കാം ഇങ്ങനെ കറങ്ങുന്ന ഒരു ഇതില് ഒരു കൊടിമരത്തിന്റെ അറ്റത്ത് ഒരു തത്തമ്മയുടെ പ്രതിമയുണ്ട്. ആ പ്രതിമയുടെ താഴെയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിന് മുകളിൽ കറങ്ങുന്ന തത്തമ്മയുടെ നിഴല് വന്നിട്ടുണ്ട്. ശേഷം ആ താഴെയുള്ള പാത്രത്തിലെ വെള്ളം നോക്കിയിട്ട് മുകളിൽ കറങ്ങുന്ന
തത്തമ്മയുടെ പ്രതിമയുടെ കണ്ണിലേക്ക് അമ്പെയ്ത് കൊള്ളിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതായാലും പൊതുഭാര്യയാണ് ഇത്. കുന്തി ദേവിയാണ്. എന്താണെങ്കിലും മക്കള് അത് പങ്കിട്ടെടുത്തോളൂ എന്ന് പറഞ്ഞു. ആ കാരണം കൊണ്ട് പിന്നെ അതിന്റെ ഇതിനെതിരെ ദുർബലൻ പ്രതിഷേധിച്ചു. തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തത് സ്വാഭാവികമായിട്ട് അർജുനനാണ്, പൊതുഭാര്യയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വ്യാസ മഹർഷി ഇടപെട്ടു. പാണ്ഡവർ യഥാർത്ഥത്തിൽ ദേവേന്ദ്രന്റെ മനുഷ്യാവതാരങ്ങളാണെന്നും ദ്രൗപദി ഇന്ദ്രന്റെ ഭാര്യയുടെ പുനർജന്മമാണെന്നും അതിനാൽ ദ്രൗപദി അവർക്കെല്ലാമായി വിധിക്കപ്പെട്ടവളാണെന്നും രാജാവിനെ അറിയിച്ചു. വ്യാസ മഹർഷി അവരുടെ രാജഗുരുവാണ് വ്യാസ മഹർഷി. വ്യാസ മഹർഷി പറഞ്ഞു, വാസ്തവത്തിൽ വ്യാസ മഹർഷി അഭിപ്രായത്തിൽ വാസ്തവത്തിൽ പാണ്ഡവർ ദേവേന്ദ്രന്റെ അവതാരങ്ങളാണ്. ദ്രൗപദി ഇന്ദ്രന്റെ ഭാര്യയുടെ പുനർജന്മമാണ്. വ്യാസ എന്ന് അഭിപ്രായപ്പെട്ട മഹർഷി ആരാണ്? ദ്രൗപദി ഇന്ദ്രന്റെ ഭാര്യയുടെ അഥവാ ദേവേന്ദ്രന്റെ ഭാര്യയുടെ പുനർജന്മമാണ്. പാണ്ഡവർ ദേവേന്ദ്രന്റെ പുനർജന്മമാണ്. സ്വാഭാവികമായിട്ടും അവർ ഒന്നിക്കപ്പെടേണ്ടവരാണെന്ന് പറഞ്ഞു. അതേപോലെ വേറെ രീതിയിലും പറയുന്നുണ്ട്. അപ്പൊ രണ്ട് വിശ്വാസങ്ങൾ, ദ്രൗപദി പൊതുവായ ഭാര്യ അഥവാ ഇതിലൂടെ കാണിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യം ഏതാണ്? ബഹുഭർത്തൃത്വം എന്നുള്ളതാണ്. ബഹുഭർത്തൃത്വം എന്നുള്ള സങ്കല്പമാണ് എന്ന യാഥാർത്ഥ്യമാണ് വ്യക്തമായിട്ട് ദ്രൗപദിയുടെ വിവാഹത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന സാമൂഹിക യാഥാർത്ഥ്യം. ദ്രൗപദിയുടെ വിവാഹമാണ്. ഓക്കെ, പിന്നെ ഇനി നോക്കൂ, മറ്റൊരു ഉദാഹരണം പരിഗണിക്കുക. മഹാഭാരതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു ഭാഗമാണ് പാണ്ഡവരുമായുള്ള ദ്രൗപദിയുടെ വിവാഹം. ആഖ്യാനത്തിലെ കേന്ദ്രബിന്ദുവായ ബഹുഭർത്തൃത്വത്തിന് ഉദാഹരണമാണ്. അപ്പോൾ മഹാഭാരതത്തിലെ ആഖ്യാനം അറിയാലോ, ആഖ്യാനത്തിലോ കഥകൾ അടങ്ങിയ ഭാഗമാണ് ആഖ്യാനം. മറ്റു അനുശാസകമാണ്, ഉപദേശ നിർദ്ദേശം അടങ്ങിയത്. ശരിക്കും ആദ്യം ഉണ്ടായിരുന്നത് ആഖ്യാനം മാത്രമാണ്, പിന്നീട് അനുശാസികം അഥവാ നിയമങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർത്താണെന്ന് പറയുന്നുണ്ട്. ഈ ബഹുഭർത്തൃത്വം അഥവാ മഹാഭാരതത്തിലെ കഥാഭാഗമായ ആഖ്യാനത്തിലെ കേന്ദ്രബിന്ദുവായ ബഹുഭർത്തൃത്വത്തിന്റെ ഉദാഹരണമാണ് പാഞ്ചാലി 5 പാണ്ഡവരുടെ 5 സഹോദരന്മാരുടെ പൊതു ഭാര്യയായിട്ട് വന്നത്. അപ്പോൾ പാഞ്ചാലിയുടെ പൊതു ഭാര്യ പദവിയിലൂടെ തെളിയുന്ന സാമൂഹിക യാഥാർത്ഥ്യം ഏതാണ് പറയാ മക്കളെ? ബഹുഭർത്തൃത്വം. ഏതാ പറയാ? ബഹുഭർത്തൃത്വമാണ്. ഇനി ഈ ബഹുഭർത്തൃത്വത്തെ കുറിച്ച് ഗ്രന്ഥകർത്താക്കൾ അഥവാ വിവരിക്കുന്നത് എന്ന് തന്നെ ഒരു കാലഘട്ടത്തിൽ ഭരണവർഗങ്ങൾക്കിടയിൽ ബഹുഭർത്തൃത്വം നിലവിലുണ്ടായിരുന്നതിനാൽ ആയിരിക്കുമെന്നും ഇന്നത്തെ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. അതേസമയം ഈ സംഭവത്തെ സ്രോതസ് 16 കുറിച്ച് വ്യത്യസ്തങ്ങളായ വിശദീകരണം നൽകുന്നുണ്ട്. നൂറ്റാണ്ടുകളിലൂടെ ഈ ഗ്രന്ഥം പുനരാഖ്യാനം നടത്തുകയും വികസിപ്പിക്കുകയും ചെയ്ത ബ്രാഹ്മണരുടെ ഇടയിൽ ബഹുഭർത്തൃത്വം ക്രമേണ അനിഷ്ടകരമായി മാറി എന്നാണ്. അതായത് ഒരു കാലത്ത് ബഹുഭർത്തൃത്വം സാമൂഹിക യാഥാർത്ഥ്യമായിരുന്നു. പക്ഷെ ഈ ഗ്രന്ഥങ്ങൾ അഥവാ ഈ മഹാഭാരതം തുടർച്ചയായിട്ട് വ്യാഖ്യാനിച്ച് പുനർവായന നടത്തിയതിലൂടെ ബഹുഭർത്തൃത്വം അതൊരു അനിഷ്ടമായ ഒരു സാമൂഹിക തിന്മയായിട്ട് മാറി എന്നാണ് പ്രഖ്യാപിക്കുന്നത്. ബ്രാഹ്മണ വീക്ഷണത്തിൽ ബഹുഭർത്തൃത്വം അസാധാരണവും അനിഷ്ടകരവുമായി തോന്നിയിരിക്കാമെങ്കിലും ഹിമാലയൻ പ്രദേശങ്ങളിൽ ഇത് ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് പല ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നു. മറ്റു ചിലർ പറയുന്നത് യുദ്ധകാലങ്ങളിൽ സ്ത്രീകളുടെ കുറവ് ബഹുഭർത്തൃത്വത്തിലേക്ക് നയിച്ചിരിക്കാം എന്നാണ്. അതായത് ഒരു പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യമാണ് ഈ സമ്പ്രദായത്തിന് കാരണം. അതായത് ആവശ്യമാണ് കണ്ടുപിടുത്തങ്ങളുടെ മാതാവ് എന്ന് പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് യുദ്ധം നടക്കുന്ന കാലഘട്ടങ്ങളിൽ സ്ത്രീകൾ വ്യാപകമായിട്ട് കുറഞ്ഞു. സ്ത്രീകളുടെ ഒരു യുദ്ധം വരുമ്പോൾ ഏറ്റവും പ്രതിസന്ധി, ഏറ്റവും അപകടം നേരിടുക സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണല്ലോ. അതുകൊണ്ട് സ്ത്രീകളുടെ കുറവ് ആണ് ബഹുഭർത്തൃത്വത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. അതായത് ഒരു പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യമാണ് ഈ സമ്പ്രദായത്തിന് കാരണം എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ആ രീതിയിലും ബഹുഭർത്തൃത്വം പൊതുവെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബഹുഭർത്തൃത്വം എന്നുള്ളത് ഇന്നും
പ്രത്യേകിച്ച് ആസാം പോലുള്ള നമ്മുടെ ഇതിന്റെ പ്രധാനപ്പെട്ട, അതായത് മഹാപ്രസ്ഥാനിക സംഭവം നടന്നൊക്കെ, അതായത് മഹാപ്രസ്ഥാനിക എന്ന് പറയുന്ന പാണ്ഡവരുടെ സ്വർഗാരോഹണം നടന്ന ഇപ്പോഴത്തെ ആസാമിന്റെ പല ഭാഗങ്ങളുമാണ്. അപ്പൊ അവിടെയൊക്കെ പല ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിലും ബഹുഭർത്തൃത്വം ഇന്നും നിലവിലുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒരു ഊർജസ്വല ഗ്രന്ഥം മഹാഭാരതത്തിന്റെ വളർച്ച സംസ്കൃതത്തിലുള്ള പതിപ്പ് കൊണ്ട് അവസാനിച്ചില്ല. നൂറ്റാണ്ടുകളിലൂടെ ഈ ഇതിഹാസത്തിന്റെ പതിപ്പുകൾ വ്യത്യസ്ത ഭാഷകൾ രചിക്കപ്പെട്ടു. ജനങ്ങളും സമുദായങ്ങളും ഇതിന്റെ രചനകളിൽ ഏർപ്പെട്ടവരും തമ്മിലുള്ള തുടർ സംവാദങ്ങളിലൂടെയാണ് ഇത് സാധ്യമായത്. ചില പ്രത്യേക പ്രദേശങ്ങളിൽ ഉത്ഭവിച്ചതും ചില ജനവിഭാഗങ്ങൾക്കിടയിൽ പ്രചരിച്ചിരുന്നതുമായ നിരവധി കഥകൾ ഈ ഇതിഹാസത്തിൽ ഇടം പിടിച്ചു. അതേസമയം തന്നെ ഇതിഹാസത്തിന്റെ കേന്ദ്രകഥ പലപ്പോഴും വ്യത്യസ്തമായ രീതികളിൽ വീണ്ടും വീണ്ടും പറയപ്പെട്ടു. ശില്പങ്ങളിലും ചിത്രങ്ങളിലും ഇതിന്റെ രംഗങ്ങൾ ചിത്രീകരിക്കപ്പെട്ടു. നാടകങ്ങൾ, നൃത്തം തുടങ്ങിയ രംഗകലകൾക്കും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും അവ പ്രമേയങ്ങൾ നൽകി. മഹാഭാരതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ത്? അതിന്റെ ഊർജസ്വലതയാണ്. അതുപോലെ ഇതിന്റെ ഒരു കഥയ്ക്കുള്ളിൽ പല കഥ, പല കഥയ്ക്കായി ഒരു കഥ എന്ന് മഹാഭാരതം പറയും. ഒരു കഥയ്ക്കായി പല കഥ, പല കഥയ്ക്കായി ഒരു കഥ എന്ന് പറഞ്ഞ പോലെ ഈ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയിട്ട് ശില്പങ്ങളും ചിത്രങ്ങളും നാടകങ്ങളും നൃത്തം തുടങ്ങിയ ഒരുപാട് അനുഷ്ഠാന കലകൾക്ക് ഈ പ്രമേയം വെച്ചുകൊണ്ട് മഹാഭാരതത്തിന്റെ പ്രമേയം മുഖ്യ വിഷയമായി. രാജ്യത്തിന്റെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും മിക്കവാറും എല്ലാ ഭാഷകളിലും മഹാഭാരതം കേന്ദ്രമാക്കി, അതിന്റെ ഉപകഥകൾ കേന്ദ്രമാക്കി, പ്രധാന കഥ കേന്ദ്രമാക്കി ധാരാളം കഥകളും നോവലുകളും സിനിമകളും നാടകങ്ങളും നൃത്തരൂപങ്ങളും വന്നു. ഇതിഹാസത്തിന്റെ നോക്കൂ, പുനരാഖ്യാനങ്ങളും പുനരവതരണങ്ങളും പ്രധാന ആഖ്യാനത്തെ സർഗാത്മകമായി ആവിഷ്കരിക്കുന്നവയാണ്. എല്ലാ തരത്തിലുമുള്ള ചൂഷണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും എതിരെ ശബ്ദമുയർത്തിയ സമകാലിക ബംഗാളി എഴുത്തുകാരിയായ മഹേശ്വതാ ദേവി മഹാഭാരതത്തിലെ ഒരു ഭാഗം രൂപപ്പെടുത്തിയത് നമുക്ക് ഉദാഹരണമായി എടുക്കാം. അവർ മഹാഭാരതത്തിലെ മുഖ്യ കഥയ്ക്കുള്ള ചില ബദൽ സാധ്യതകൾക്കായി പരിശ്രമിക്കുകയും സംസ്കൃത ഗ്രന്ഥം മൗനം പാലിക്കുന്ന ചില ചോദ്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്തു. ഇങ്ങനെ മഹാഭാരതത്തിന്റെ കഥ സ്വതന്ത്രമായ രീതിയിൽ വ്യാഖ്യാനിച്ച ഒരു എഴുത്തുകാരിയാണ് വിഖ്യാത ബംഗാളി എഴുത്തുകാരിയായ മഹേശ്വതാ ദേവി. ഇനി അവര് പാണ്ഡവരെ കൊല്ലാനായി വ്യക്തമായ അദ്ദേഹത്തിന്റെ തമിഴ് ബംഗാളിൽ മാത്രമല്ല മിക്കവാറും എല്ലാ ഭാഷകളിലും നമ്മൾ ചേർത്ത് പറയണം. അതായത് മലയാളത്തിൽ MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന നോവൽ, അത് കർണന്റെ കേന്ദ്ര കഥാപാത്രക്കുള്ളതാണ്. മഹേശ്വര ദേവി പറഞ്ഞ അതിന്റെ പേര് കുന്തി ദ നിഷാദി എന്നാണ്. കുന്തി ദ നിഷാദി എന്നാണ് മഹേശ്വര ദേവി എഴുതിയ ആ മഹാഭാരതത്തിന്റെ ഒരു ചുവട് പിടിച്ചിട്ടുള്ള ഒരു കഥയുടെ പേര്. അതുപോലെ തന്നെ VS ഖണ്ഡേക്കർ എഴുതിയ യയാതി, VS ഖണ്ഡേക്കർ എഴുതിയ യയാതി, MTയുടെ രണ്ടാം ഊഴം, മഹേശ്വത ദേവിയുടെ കുന്തി ദ നിഷാദി എന്നിവയാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട മഹാഭാരതത്തെ കേന്ദ്ര കഥാപാത്രത്തെ അടിസ്ഥാനമാക്കി അവരുടെ സർഗ സൃഷ്ടികളിലൂടെ എഴുത്തുകാർ വിഖ്യാതമാക്കിയ മൂന്ന് പ്രധാനപ്പെട്ട കൃതികൾ. ഒരിക്കൽ കൂടെ പറയാം, VS ഖണ്ഡേക്കറുടെ യയാതി, അതുപോലെ തന്നെ MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം, മഹേശ്വത ദേവിയുടെ കുന്തി ദ നിഷാദി എന്ന് പറയുന്നത്. ആ ഒരു ഏത് സന്ദർഭമാണ് എന്ന് ചോദിച്ചാൽ കുന്തി ദ നിഷാദി എന്ന് പറയുന്ന സന്ദർഭമാണ് ഇവിടെ പറയുന്നത്. ആ കഥയുടെ പശ്ചാത്തലം പാണ്ഡവരെ കൊല്ലാനായി ദുര്യോധനൻ ആസൂത്രണം ചെയ്ത പദ്ധതികളെ കുറിച്ച് സംസ്കൃത ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. പ്രത്യേകം നിർമ്മിച്ച അരക്കില്ലത്തിൽ അവരെ താമസിക്കാൻ ക്ഷണിച്ച് ഒടുവിൽ അരക്കില്ലത്തിന് തീയിടുവാനായിരുന്നു പദ്ധതി. അരക്കില്ലത്തിൽ അവരെ പാർപ്പിച്ച് തീയിടാനാണ് പദ്ധതി. ആരെ കൊല്ലാൻ? കൗരവർ പാണ്ഡവരെ കൊല്ലാൻ. ഇത് നേരത്തെ കൂട്ടി അറിഞ്ഞ പാണ്ഡവർ രക്ഷപ്പെടുന്നു ഉറപ്പിക്കാൻ
രക്ഷപ്പെടുന്ന ഉറപ്പിക്കാൻ അവിടെ തുരങ്കം നിർമ്മിച്ചു. അതിനുശേഷം കുന്തി ഒരു സദ്യ ഒരുക്കി. ക്ഷണിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും ബ്രാഹ്മണനായിരുന്നുവെങ്കിലും ഒരു നിഷാദ സ്ത്രീ അവരുടെ 5 മക്കളുമായി അവിടെ വന്നു. കുടിച്ചു മത്തരായ അവർ ഉറങ്ങിപ്പോയ തക്കത്തിന് വീടിന് തീവച്ച് പാണ്ഡവർ രക്ഷപ്പെട്ടു. സ്ത്രീയുടെയും 5 മക്കളുടെയും ശവശരീരങ്ങൾ കണ്ടെടുക്കപ്പെട്ടപ്പോൾ പാണ്ഡവരാണ് കൊല്ലപ്പെട്ടതെന്ന് ജനങ്ങൾ വിചാരിച്ചു. അപ്പോൾ ബ്രാഹ്മണർ, പാണ്ഡവർ ക്ഷണിച്ച സദ്യക്ക് ഭൂരിപക്ഷവും ബ്രാഹ്മണരാണെങ്കിലും ഒരു നിഷാദ സ്ത്രീ അവരുടെ 5 മക്കളെയും കൂട്ടി വന്നു. ഭക്ഷണം കഴിച്ചും മദ്യപിച്ചൊക്കെ മതോന്മത്തരായ അവർ അവിടെ കിടന്നുറങ്ങി. ശേഷം അവര് ആ ഒരു മക്കളെ അവിടെ തീ വെച്ചിട്ടാണ് പാണ്ഡവർ രക്ഷപ്പെട്ടത്. അപ്പൊ പിറ്റേന്ന് ഈ 5 മക്കളുടെയും 5 മക്കളുടെയും അമ്മയുടെയും മൃതദേഹം കണ്ട ആളുകൾ മരിച്ചത്, കൊല്ലപ്പെട്ടത് പാണ്ഡവരാണെന്ന് വിചാരിച്ചു. അപ്പോൾ മഹാഭാരതം ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്താണ് മഹാശ്വദേവി തന്റെ ചെറുകഥയായ കുന്തി ഓ നിഷാദിയുടെ ആഖ്യാനം ആരംഭിക്കുന്നത്. യുദ്ധാനന്തരം കുന്തി മടങ്ങിയെത്തുന്ന കാട്ടിലാണ് അവർ കഥ ആരംഭിക്കുന്നത്. അതായത് ഇവിടെ കംപ്ലീറ്റ് അങ്ങോട്ട് മഹാഭാരതത്തില് യുദ്ധാനന്തര അതില് ആശ്രമ പർവ്വത്തില് 15ാമത്തെ മഹാഭാരതത്തിലെ 15ാമത്തെ പർവമായ ആശ്രമ പർവം അഥവാ 1100 ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു പർവമാണ് മഹാഭാരതത്തിലെ 15ാമത്തെ പർവമായ ആശ്രമ പർവം. ആ ആശ്രമ പർവത്തിൽ യുദ്ധാനന്തരം സകലതും പാണ്ഡവരെ ഏൽപ്പിച്ചു. ധൃതരാഷ്ട്രരും കുന്തിയും ഗാന്ധാരിയും വിതുരരൊക്കെ വാനപ്രസ്ഥത്തിൽ പോകുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ പറയുന്ന ആ ഒരു സന്ദർഭത്തെ ആസ്പദമാക്കി എഴുതിയാണ്, ആ ഒരു കഥയെ ആസ്പദമാക്കി മഹേശ്വത ദേവി എഴുതിയ ചെറുകഥയാണ് കുന്തി ഓ നിഷാദി. അപ്പോൾ യുദ്ധാനന്തരം കുന്തി മടങ്ങിയെത്തുന്ന കാട്ടിലാണ് അവർ കഥ ഒരുക്കിയത്. തന്റെ ഭൂതകാലത്തെ കുറിച്ച് പുനരാലോചിക്കാൻ ഇപ്പോൾ സമയമുള്ള കുന്തി പ്രകൃതിയുടെ പ്രതീകമായ ഭൂമിയോട് സംസാരിച്ചുകൊണ്ട് തന്റെ പരാജയങ്ങൾ എന്ന് തോന്നിയവ ഏറ്റുപറയുന്നു. വിറകും തേനും കിഴങ്ങ് വർഗ്ഗങ്ങളും വേരുകളും ശേഖരിക്കാൻ വരുന്ന നിഷാദരെ അവർ ദിവസവും കാണുന്നു. കുന്തി ഭൂമിയോട് സംസാരിക്കുന്നത് ഒരു നിഷാദി അഥവാ നിഷാദ സ്ത്രീ പലപ്പോഴും ശ്രദ്ധിക്കുന്നു. ഒരു ദിവസം പ്രകൃതിയിൽ എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി. മൃഗങ്ങൾ വനത്തിൽ നിന്നും പലായനം ചെയ്യുന്നു. ഒരു നിഷാദി തന്നെ ശ്രദ്ധിക്കുന്നത് കുന്തി കണ്ടു. അരക്കില്ലം ഓർമ്മയുണ്ടോ എന്ന് നിഷാദി ചോദിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി. ഓർമ്മയുണ്ടെന്ന് കുന്തി പറഞ്ഞു. മുതിർന്ന ഒരു നിഷാദ സ്ത്രീയെയും അവരുടെ 5 യുവസന്തതികളെയും ഓർക്കുന്നുണ്ടോ? ബോധരഹിതമാകുന്നവരെ അവർക്ക് അവൾ വീഞ്ഞു പകർന്നു കൊടുത്തതും എന്നിട്ട് സ്വന്തം മക്കളെയും കൂടി രക്ഷപ്പെട്ടെന്ന് ഓർമ്മയുണ്ടോ? ആ നിഷാദ് നീ അല്ലല്ലോ? കുന്തി ആശ്ചര്യപ്പെട്ടു. കൊല്ലപ്പെട്ട് തന്റെ ഭർത്തൃ മാതാവായിരുന്നുവെന്ന് നിഷാദി മറുപടി നൽകി. തന്റെ ഭർത്താവിന്റെ മാതാവാണ് കൊല്ലപ്പെട്ടത്. തന്റെ ഭൂതകാലം ഓർക്കുമ്പോൾ ഒരിക്കൽ പോലും തന്റെ മക്കളുടെയും ജീവിതം രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിൽ കഷ്ടപ്പെട്ട 6 നിഷ്കളങ്ക ജീവനുകളെ കുറിച്ച് കുന്തി ഓർമ്മിച്ചില്ലെന്ന് അവൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇത് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തീജ്വാലകൾ അവിടേക്ക് വന്ന് നിഷാദ് രക്ഷപ്പെട്ടു. കുന്തി അവിടെ തന്നെ നിന്നു. അപ്പോൾ വളരെ പാപങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷെ തങ്ങൾ രക്ഷപ്പെട്ടത് ഒരു പാവം നിഷാദയെയും അവരുടെ 5 മക്കളെയും കുരുതി കൊടുത്തിട്ടാണ് എന്നാണ് ഇപ്പോൾ കാട്ടിൽ വെച്ച് കണ്ട നിഷാദി സ്ത്രീ ഓർമ്മിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ജാതീയ വ്യാഖ്യാനം കൂടി അവിടെ പറയുന്നുണ്ട്. ഒരിക്കലിന്റെ ചെറുകഥ എന്ന് പറയുന്നത് എഴുതിയത് മഹേശ്വത ദേവി. ചെറുകഥയുടെ പേര് കുന്തി ദ നിഷാദി. അതില് നിഷാദിയായിട്ട് വന്ന സ്ത്രീ അരക്കില്ലത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അരക്കില്ലത്തിൽ അവരുടെ ഭർത്തൃമാതാവ് പോയതും അവർ 5 മക്കൾ പോയതും അവരെ വീഞ്ഞു കുടിപ്പിച്ച് മതോന്മത്തരാക്കി അവരെ ബോധം കെടുത്തിയിട്ട് അവരെ തീ കൊളുത്തിയിട്ട് രക്ഷപ്പെട്ട കാര്യം പറയുന്നു. ഒരിക്കൽ പോലും ആ തെറ്റിനെ കുറിച്ച് തനിക്ക് പാപം ഉണ്ടായില്ല, ഒരിക്കലും പാപം ഉണ്ടായില്ല എന്ന യാഥാർത്ഥ്യമാണ് നിഷാദി പറയുന്നത്. ഈ രീതിയിലും വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട നമ്മൾ ആ 3 സാഹിത്യകൃത ഓർമ്മിക്കുക. മഹാഭാരതത്തെ ആസ്പദമാക്കി എഴുതിയ 3 സാഹിത്യ കൃതികൾ. 1 മഹേശ്വത ദേവിയുടെ കുന്തി ദ നിഷാദി. 2 MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം. 3 VS ഖണ്ഡേക്കറുടെ യയാതി. ഈ 3ഉം പ്രത്യേകം നോട്ട് ചെയ്യണേ. ഓക്കെ, ഇനി നമ്മൾ കഥയുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തി. കൂടുതലൊന്നും
നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ ഓരോന്നും ഓരോ വർഷത്തെ കുറിച്ചും എടുത്തെടുത്ത് പറയണം കേട്ടല്ലോ. ഈ നമ്മുടെ ഉൾപ്പെടെ മഹാഭാരതം ഉൾപ്പെടെയുള്ളതിന്റെ കാലരേഖകളെ കുറിച്ചുള്ള വർണ്ണനകൾ നോക്കൂ, വ്യക്തമായിട്ട് പറയുന്നു. 500 BC കാലഘട്ടത്തിൽ 500 BC വരുന്നത് പാണിനിയുടെ അഷ്ടാധ്യായി. അതൊരു വ്യാകരണ ഗ്രന്ഥമാണ്. പാണിനിയുടെ തെറ്റ് കൊടുത്തിട്ടില്ല. പാണിനിയുടെ അഷ്ടാധ്യായി. അതുപോലെ തന്നെ 500 BC 500 BC മുതൽ 200 BC വരെയുള്ള കാലഘട്ടത്തിലുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത് പ്രധാന ധർമ്മസൂത്രങ്ങൾ. പ്രധാന ധർമ്മസൂത്രങ്ങൾ സംസ്കൃത ഭാഷയാണ്. ഓരോന്നും പ്രത്യേകം നോട്ട് ചെയ്യണേ. 500 മുതൽ 100 BC വരെയുള്ള കാലഘട്ടത്തിൽ ത്രിപീഠക അഥവാ പാലിയിൽ എഴുതിയ ബുദ്ധ ഗ്രന്ഥമാണ് ഏത്? ത്രിപീഠക. അത് എഴുതിയ ഭാഷ പാലി ഭാഷയാണ്. 500 BC 400 BC ഇടക്ക് രാമായണവും മഹാഭാരതവും. അപ്പോൾ രാമായണവും മഹാഭാരതവും രചിക്കപ്പെട്ട കാലഘട്ടം 500 BC-യുടെയും 400 BC വരെയുള്ള കാലഘട്ടത്തിൽ. ഇനി 200 BC അതുപോലെ 200 AD-ക്കും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ മനുസ്മൃതി, സംസ്കൃതത്തിലുള്ള മനുസ്മൃതി, തമിഴ് സംഘസാഹിത്യ രചനയും ക്രോഡീകരണവും. അപ്പോൾ കാലഘട്ടം ആലോചിക്കും മക്കള്. BC 200 AD 200 അക്കാലത്ത് സംസ്കൃതത്തിൽ മനുസ്മൃതി, തമിഴ് സംഘസാഹിത്യത്തിൽ രചനയും ക്രോഡീകരണം നടത്തി. അതുപോലെ 100 AD 100 ചരക സുശ്രുത സംഹിതം, വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ സംസ്കൃത ചരകന്റെയും സുശ്രുതന്റെയും സംഹിതകൾ അത് AD 100-ാം നൂറ്റാണ്ടിലാണ്. ഏകദേശം 200 ക്രിസ്തു വർഷം 200 മുതൽ പുരാണങ്ങളുടെ ക്രോഡീകരണം നടന്നു. ക്രിസ്തു വർഷം 200 മുതൽ പുരാണങ്ങളുടെ ക്രോഡീകരണം സംസ്കൃത ഭാഷയിൽ. 300 AD 300-ൽ ഭരതന്റെ നാട്യശാസ്ത്രം ഒരു നാടക രചനാശാസ്ത്ര ഗ്രന്ഥം, നാട്യശാസ്ത്ര ഗ്രന്ഥമാണ്, സംസ്കൃത ഭാഷയാണ്. ഏകദേശം 300 മുതൽ 600 വരെയുള്ള AD കാലഘട്ടത്തിൽ മറ്റ് ധർമ്മശാസ്ത്രങ്ങൾ. ഇനി 400 മുതൽ 500 വരെയുള്ള കാലഘട്ടത്തിൽ കാളിദാസന്റെ കൃതികൾ ഉൾപ്പെടെയുള്ള സംസ്കൃത നാടകങ്ങൾ, ആര്യഭടന്റെയും വരാഹമിഹിരന്റെയും ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര കൃതികൾ, സംസ്കൃതത്തിൽ ജൈന കൃതികളുടെ ക്രോഡീകരണം പ്രാകൃത ഭാഷയിൽ. ഓരോന്നിന്റെയും പ്രത്യേകം നോട്ട് ചെയ്യണം. അതായത് നമ്മുടെ പ്രധാന ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്, അത് ഇറങ്ങിയ നൂറ്റാണ്ടുകൾ ഏതെല്ലാമാണ്, ഗ്രന്ഥ പാരമ്പര്യങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് പറഞ്ഞു വെച്ചത്. ഓരോന്നും രാമായണ മഹാഭാരത സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടത് കാലഘട്ടം 500 BC മുതൽ 400 BC വരെയുള്ളതാണ്. അതുപോലെ തന്നെ ഭരതന്റെ നാട്യശാസ്ത്രം ഇറങ്ങിയ നൂറ്റാണ്ട് 300 AD ആണ്. മറ്റ് ധർമ്മശാസ്ത്രം ഇറങ്ങിയിരിക്കുന്നത് AD 300 മുതൽ 600 വരെയുള്ള നൂറ്റാണ്ടുകളിലാണ്. അപ്പം അതുപോലെ കാളിദാസന്റെ സംസ്കൃത നാടകങ്ങളും ആര്യഭടന്റെയും വരാഹമിഹിരന്റെയും ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര കൃതികളൊക്കെ എഴുതിയിരിക്കുന്നതൊക്കെ AD 400 മുതൽ 500 വരെയാണ്. പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ മഹാഭാരതത്തിലെ പ്രധാന നാഴികക്കല്ലുകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് 20-ാം നൂറ്റാണ്ടിലും 1919 മുതൽ 66 വരെയുള്ള കാലഘട്ടത്തിൽ മഹാഭാരതത്തിന്റെ വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കലും പ്രസിദ്ധീകരിക്കലും നടന്നു കഴിഞ്ഞു. 73-ൽ IB വാൻ ബ്യൂട്ടനിൻ വിമർശനാത്മകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തുടങ്ങുന്നു. 1978-ൽ അദ്ദേഹത്തിന്റെ മരണാനന്തരം അത് അപൂർണമായി തുടരുന്നു. മഹാഭാരതത്തിന്റെ വിമർശനാത്മക പതിപ്പിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അത് പൂർത്തിയായിട്ടില്ല. തുടങ്ങിയ വ്യക്തിയുടെ പേര് JAB വാൻ ബ്യൂട്ടനൻ. JAB വാൻ ബ്യൂട്ടനൻ. പക്ഷെ അദ്ദേഹത്തിന്റെ മരണാനന്തരം ഈ മഹാഭാരതത്തിന്റെ വിമർശനാത്മക പതിപ്പിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അപൂർണമായിട്ട് തന്നെ തുടരുകയാണ്. കൺക്ലൂഷൻ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മള് ഈ ചേർത്ത് പറയേണ്ട മഹാഭാരതത്തിലെ സാമൂഹിക യഥാർത്ഥങ്ങൾ എന്ന് പറയുന്നതിനകത്ത് നോക്കൂ, ഇനി വേറെന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യം പഠിച്ചു എന്നുള്ളത്.
നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട റിവിഷൻ നടത്തുകയാണെങ്കിൽ വിവാഹ രീതികളെ കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് അല്ലെ. അക്കാലത്തെ പ്രധാനപ്പെട്ട വിവാഹ രീതികള് സ്വഗണ വിവാഹമുണ്ട്. ഒരു ഗണത്തിനകത്ത് വിവാഹത്തെ സൂചിപ്പിക്കുന്ന സ്വഗണ വിവാഹം എന്ന് പറയും. അന്യഗണ വിവാഹം, എക്സോഗമി, ബഹുഭാര്യത്വം, അതുപോലെ തന്നെ ബഹുഭാര്യത്വം, പോളിഗമി, ബഹുഭർത്തൃത്വം, പോളിയാൻഡ്രി. അങ്ങനെ പോളിയാൻഡ്രി എന്ന് പറയുന്ന 4 രീതികൾ, 4 തരത്തിൽ വിവാഹ രീതികളുണ്ട്. സ്വഗണ വിവാഹം, അന്യഗണ വിവാഹം, ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം അല്ലെ. നോക്കൂ, അതുപോലെ ചേർത്ത് പറയേണ്ട മറ്റൊരു സംഗതിയാണ് വിവാഹത്തിന്റെ പ്രധാനമായിട്ടും 8 വിവാഹ സമ്പ്രദായങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ ബ്രഹ്മവിവാഹം എന്ന് പറയുന്നത് ജ്ഞാനിയും മാന്യനുമായ വരന് ആടയാഭരണം അണിഞ്ഞ പെൺകുഞ്ഞിന് വിവാഹം ചെയ്തു കൊടുക്കുന്നു. പ്രജാപത്യ വിവാഹം, സ്ത്രീധനമില്ലാത്ത അച്ഛൻ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. ഈ സമ്പ്രദായം ബ്രഹ്മവിവാഹത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ്. അതുപോലെ തന്നെ ആർഷവിവാഹം, ദൈവവിവാഹം, അസുര വിവാഹം, ഗന്ധർവ വിവാഹം, രാക്ഷസ വിവാഹം, പൈശാചി വിവാഹം. ഇതിൽ 4 അതായത് ബ്രാഹ്മണർ പൊതുവെ അംഗീകരിച്ച 4, അംഗീകരിക്കാത്തത് 4. ഈ പറഞ്ഞ ആദ്യത്തെ 4 ബ്രഹ്മവിവാഹം, പ്രജാപതി വിവാഹം, ആർഷ വിവാഹം, ദൈവവിവാഹം, ഈ 4 രീതികൾ ബ്രാഹ്മണർ അംഗീകരിച്ചിരുന്നതാണ്. മറ്റത് ബ്രാഹ്മണർക്ക് വിരുദ്ധമായിട്ടാണ്. അസുര വിവാഹമാണെങ്കിലും ഗാന്ധർവ വിവാഹം പലപ്പോഴും ചോദിച്ചാണ്. പരമ്പരാഗത രീതിയിലുള്ള പ്രണയവിവാഹത്തിന് പറയുന്ന പേര് ഗാന്ധർവ വിവാഹം എന്നാണ്. അതുപോലെ രാക്ഷസ വിവാഹം ഒക്കെ അവിടുന്ന് അങ്ങോട്ടുള്ള, അതായത് ആദ്യത്തെ 4 അംഗീകരിച്ചത് ബ്രഹ്മവിവാഹം, പ്രജാപതി വിവാഹം, ആർഷ വിവാഹം, ദൈവവിവാഹം. അംഗീകരിക്കാത്തത് അസുര വിവാഹം, ഗന്ധർവ വിവാഹം, രാക്ഷസ വിവാഹം, പൈശാച വിവാഹം. ഓക്കെ. ഇനി ചോദ്യങ്ങൾ നോക്കൂ. ഈ കുലം എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കുലം എന്ന് സൂചിപ്പിക്കുന്നത് കുടുംബങ്ങളെയാണ്, വംശപരമ്പരയല്ല. കുലം എന്നത് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, കുടുംബങ്ങളെയാണ്. പിന്നെ നമ്മൾ പഠിച്ച ഭാഗത്തിൽ യുദ്ധത്തിന്റെയും മഴയുടെയും ദേവൻ ആയി കണക്കാക്കുന്ന ആരെയാണ്? യുദ്ധത്തിന്റെയും മഴയുടെയും ദേവനായി കണക്കാക്കുന്ന ഇന്ദ്രനെയാണ്. ഒരു യൂണിറ്റിനകത്തുള്ള വിവാഹത്തെ പറയുന്ന പേര് സ്വഗണ വിവാഹം. ശാകന്മാർ എവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് വന്നത്? മധ്യേഷ്യ. കുലം എന്നത് കുടുംബങ്ങളെ സൂചിപ്പിക്കുന്നു. യുദ്ധത്തിന്റെയും മഴയുടെയും ദേവൻ എന്ന് പറയുന്നത് ഇന്ദ്രൻ. ഒരു യൂണിറ്റിനകത്തുള്ള വിവാഹം എന്ന് പറയുന്നത് സ്വഗണ വിവാഹം. ശാകന്മാർ ഇന്ത്യയിലേക്ക് വന്നത് മധ്യേഷ്യയിൽ നിന്ന്. ആ പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്യണേ. പലവട്ടം ചോദിക്കാൻ ചാൻസ് ഉള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. ഓക്കെ. ഇനി നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻസ്. മഹാഭാരതത്തിന്റെ വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കിയത്? മഹാഭാരതത്തിന്റെ വിമർശനാത്മകമായ പതിപ്പ് തയ്യാറാക്കിയത് VS സുക്താങ്കർ ആണ്. പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് നമ്മൾ. മഹാഭാരത വിമർശനാത്മക പതിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചതാണ് നമ്മൾ. അത് തയ്യാറാക്കിയ വ്യക്തിയുടെ പേര് എന്താണ്? VS സുക്താങ്കർ. വർഷം വേണമെങ്കിൽ പറയാം 1919. ആരായിരുന്നു VS സുക്താങ്കർ? പ്രശസ്തനായ സംസ്കൃത പണ്ഡിതനായിരുന്നു VS സുക്താങ്കർ. ഓക്കെ. VS സുക്താങ്കർ അദ്ദേഹം എത്ര വർഷം കൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയത്? 47 വർഷം കൊണ്ട് പൂർത്തീകരിച്ചു. ഏകദേശം 13,000 പേജുകൾ, നിരവധി വാള്യങ്ങൾ. ചേർത്ത് പറയണം. ആദ്യം പറഞ്ഞു മഹാഭാരതത്തിന്റെ
വിമർശനാത്മകമായ പതിപ്പ് തയ്യാറാക്കിയത് ആരാണ്? VS സുക്താങ്കർ ആണ്. അദ്ദേഹം എത്ര വർഷം കൊണ്ടാണ് അത് തയ്യാറാക്കിയത്? 47 വർഷം കൊണ്ട്. ഏത് വർഷമാണ് അദ്ദേഹം പദ്ധതി ആരംഭിച്ചത്? 1919. ഓക്കെ. ഇനി ധർമ്മസൂത്രത്തിലെ അഥവാ ധർമ്മശാസ്ത്രങ്ങളിലെ ഏറ്റവും പ്രധാന ഗ്രന്ഥം ഏത്? ധർമ്മസൂത്രത്തിലെ അല്ലെങ്കിൽ ധർമ്മശാസ്ത്രങ്ങളിലെ ഏറ്റവും പ്രധാന ഗ്രന്ഥം അത് മനുസ്മൃതിയാണ്. ധർമ്മസൂത്രത്തിലെ അല്ലെങ്കിൽ ധർമ്മശാസ്ത്രങ്ങളിലെ ഏറ്റവും പ്രധാന ഗ്രന്ഥം എന്ന് പറയുന്നത് മനുസ്മൃതി. ഇനി പരമ്പരാഗത പ്രണയ വിവാഹത്തിന്റെ രൂപം. ബ്രഹ്മവിവാഹം, അസുരവിവാഹം, ഗന്ധർവ വിവാഹം എന്ന് പറയുന്നുണ്ട്, അറിയാതിരിക്കാം. ശരിയേത് പറഞ്ഞേ? ഗന്ധർവ വിവാഹം അല്ലെ? പരമ്പരാഗത പ്രണയ വിവാഹത്തിന്റെ ഒരു രൂപമാണ് ഗാന്ധർവ വിവാഹം അല്ലെ? ഗാന്ധർവ വിവാഹം. അപ്പൊ വിവാഹ രീതികൾ 8 വിവാഹ സമ്പ്രദായങ്ങളുണ്ട്. അതിനകത്ത് ആദ്യത്തെ 4 സമ്പ്രദായം നല്ലതാണ്. ആ നല്ലതായി കണക്കാക്കുന്ന വിവാഹങ്ങള് ബ്രഹ്മവിവാഹം, പ്രജാപത്യ വിവാഹം, ആർഷ വിവാഹം, ദൈവവിവാഹം. നല്ലതല്ലാത്ത കണക്കാക്കുന്നത് അസുര വിവാഹം, ഗന്ധർവ വിവാഹം, ഗാന്ധർവ വിവാഹം, രാക്ഷസ വിവാഹം, പൈശാച വിവാഹം. ഓക്കെ. അപ്പോൾ ഈ പരമ്പരാഗതമായ പ്രണയ വിവാഹത്തിന്റെ രൂപമാണ് ഗാന്ധർവ വിവാഹം. പുരുഷ സൂക്തം കാണപ്പെടുന്ന വേദം. പുരുഷ സൂക്തം കാണപ്പെടുന്ന വേദം എന്ന് പറയുന്നത് ഋഗ്വേദമാണ്. പ്രത്യേകിച്ച് ആ ജാതി മത വർണ്ണവർഗ വ്യത്യാസമായിട്ട് ഈ ബ്രാഹ്മണർ എന്ന് പറയുന്നത് ചാതുർവർണ്ണ്യത്തിന്റെ വ്യക്തമായിട്ട് രൂപരേഖയായിട്ട് പറയുന്നൊക്കെ ബ്രാഹ്മണരൊക്കെ അവര് ബ്രഹ്മാവിന്റെ ആദിപുരുഷന്റെ ബ്രാഹ്മണർ വായിന്ന്, ക്ഷത്രിയര് കൈകളിൽ നിന്ന്, വൈശ്യര് തുടകളിൽ നിന്ന്, ശൂദ്രര് പാദങ്ങളിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. അതാണ് പുരുഷ സൂക്തം. ആ പുരുഷ സൂക്തം കാണപ്പെടുന്ന വേദം എന്ന് പറയുന്നത് ഋഗ്വേദമാണ്. ഇനി മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി ഖനനങ്ങൾ നടത്തിയ പുരാവസ്തു ശാസ്ത്രജ്ഞൻ ആര്? മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി ഖനനങ്ങൾ നടത്തിയ പുരാവസ്തു ശാസ്ത്രജ്ഞൻ മോർട്ടിമർ വിലൻ. നേരത്തെ പറഞ്ഞിട്ടുണ്ടാവില്ല, മോർട്ടിമർ വിലൻ. ഓക്കെ, മോർട്ടിമർ വിലനാണ്. അതുപോലെ കുന്തി ഓ നിഷാദിയുടെ ഗ്രന്ഥകർത്താവ്. കുന്തി ഓ നിഷാദിയുടെ ഗ്രന്ഥകർത്താവ് പ്രശസ്ത ബംഗാളി സാഹിത്യകാരിയായിട്ടുള്ള ആരാണ്? മഹേശ്വത ദേവി അല്ലെ? അതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത് മഹാഭാരതത്തിൽ കർണന്റെ കഥ അടിസ്ഥാനമാക്കി എഴുതിയ നോവലാണ് ഏതാണ്? രണ്ടാം ഊഴം. രണ്ടാം ഊഴത്തിന്റെ രചയിതാവ് MT വാസുദേവൻ നായർ. അതുപോലെ തന്നെ VS ഖണ്ഡേക്കർ എഴുതിയ യയാതി. ഓക്കെ. അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മുടെ സോഷ്യൽ ഹിസ്റ്ററി, മഹാഭാരത സോഷ്യൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ കണ്ടന്റിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്ക് സങ്കീർണമായി തോന്നേണ്ട കാര്യമൊന്നുമില്ല. മഹാഭാരതം അന്നത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ എങ്ങനെയാണ് വ്യക്തമായിട്ട് വരച്ചു ചേർത്തിരിക്കുന്നത്. ജാതിയാണെങ്കിലും ഗോത്രമാണെങ്കിലും പാരമ്പര്യ സ്വത്താണെങ്കിലും അതുപോലെ തന്നെ ജാതീയപരമായ വേർതിരിവാണെങ്കിലും ഭാഷാപരമായ വേർതിരിവാണെങ്കിലും ശുദ്ധം അശുദ്ധം തുടങ്ങിയ കാര്യങ്ങളാണെങ്കിലും സമൂഹത്തിൽ പിന്നീട് ബഹുഭർത്തൃത്വമാണെങ്കിലും അനന്തരാവകാശമാണെങ്കിലും ചുറ്റുപാട് നടക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ വ്യക്തമായ പരിച്ഛേദമായിരുന്നു 1,00,000 ശ്ലോകങ്ങൾ അടങ്ങിയ മഹാഭാരതം എന്ന് ആലോചിക്കുക. താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ് ഡിയർ സ്റ്റുഡൻസ്.